അങ്ങനെ ദേ കാളകുട ആർട്സ് ഫെസ്റ്റിൻ്റെ അവസാനത്തെ 2 ദിവസം ഉണ്ടല്ലോ, ഇവിടെ തകർക്കാൻ പോകുന്ന 2 ദിവസങ്ങളാണ്. രാത്രി 10 മണി വരെ ഇവിടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അങ്ങനെ അരങ്ങേറും. ഈ ലാസ്റ്റത്തെ 2 ദിവസമാണ് ഡാൻസും പാട്ടും അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ VIP സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. അതിന് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കാണ്ട് എങ്ങനെയെങ്കിലും അകത്ത് കയറി പറ്റാമോ എന്നാണ് ഞാൻ പിന്നീട് നോക്കിയത്. നേരത്തെ വന്നുകൊണ്ട് തന്നെ മൃണാൽ താക്കൂറിനെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അവരുടെ ഏതോ ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി മൂവിയുടെ ഭാഗമായിട്ടാണ് അവർ ഇവിടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാർട്ട് ഷേപ്പിൽ ബലൂണൊക്കെ പറത്തിയിട്ടാണ് അതങ്ങ് ആഘോഷിച്ചത്. ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്ത് വലിയ ഈ പ്രോഗ്രാം കാണാൻ നിൽക്കണോ? ഉള്ള സമയം കൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം കാണാൻ വന്നത് ഈ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഉഷ ഉതുപ്പ്. അതായത് എൻ്റെ കുട്ടിക്കാലം മൊത്തം ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 1 അതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ അന്ന് ജഡ്ജസ് ആയിട്ടിരുന്ന ആളുകളിൽ ഒരാളാണ് ഉഷ ഉതുപ്പ് മാം. സോ അന്ന് തൊട്ട് TV-കളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരാളെ നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ പോകാതിരിക്കുന്നത്? പണ്ട് തൊട്ടേ ഉഷ മാമിൻ്റെ ഒരു വലിയ ഫാൻ തന്നെയാണ് ഞാൻ. അത് പാട്ടുകൊണ്ടും മാത്രമല്ല, അവരുടെ സ്റ്റൈലിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടും. ഏതൊരു പ്രോഗ്രാമിന് വരുമ്പോഴും ഒരു സ്റ്റൈലിഷ് എൻട്രി ഉണ്ട്. അതായത് അവർ ധരിക്കുന്ന ആ ഒരു സാരി, അതിന് ചെല്ലുന്ന ജ്വല്ലറീസ്, ഹെയർ സ്റ്റൈലിങ്, അങ്ങനെ പലതരത്തിൽ എല്ലാവരും സാരി ജ്വല്ലറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ബിന്ദിനെ കുറിച്ചായിരിക്കും. അതായത് ആ നെറ്റത്ത് തൊടുന്ന ആ ഒരു പൊട്ടിൻ്റെ വലിപ്പം ഉണ്ടല്ലോ. ഫോട്ടോസും വീഡിയോസും എടുത്തോണ്ടുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ. അവർ നെറ്റത്ത് തൊട്ടേക്കുന്ന ആ ഒരു പൊട്ടിൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ. വന്നപ്പോൾ തന്നെ കുറേ ഇംഗ്ലീഷ് പാട്ടും കുറേ ഹിന്ദി പാട്ട് കാര്യങ്ങളാണ് ആദ്യം തന്നെ പാടിയത്. പിന്നെ മുംബൈ ആയതുകൊണ്ട് കൂടുതലും ഹിന്ദി പാട്ടുകൾ തന്നെയാണല്ലോ എന്തായാലും ചൂസ് ചെയ്യും. അങ്ങനെ പ്രോഗ്രാം ഏകദേശം അവസാനിക്കാറായപ്പോഴേക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സോങ് അങ്ങ് പാടി. എൻ്റെ ദൈവമേ, ആ സമയത്ത് ഒന്ന് ചാർജായി. ഏകദേശം 3 മണിക്കൂർ കുത്തി നിന്നിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ 3 മണിക്കൂർ അവിടെ നിൽക്കുന്നു എന്ന രീതിയിലുള്ള യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഷോ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഉഷ മാമിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് 2 പാട്ട് ഉഷ മാമിൻ്റെ, ബാക്കി എല്ലാവരും സബ്ബായിട്ട് ആരെങ്കിലും പാടും എന്നൊക്കെയാണ് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു 2 മണിക്കൂർ ഉഷ മാം തന്നെയാണ് അവിടെ ഇരുന്ന് പാട്ട് പാടിയത്, എല്ലാവരും എൻ്റർടൈൻ ചെയ്യിച്ചതും. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തന്നെ തോന്നിയിട്ടു. ശരിക്കും നേരി കാണാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. ഇതെൻ്റെ എന്താ പറയുക, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുമെന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു.